ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ടോറസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ആണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവാം. അപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് അതും ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് അത്, അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാം. എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ വേറെ തരത്തിലാണ് വീഡിയോസ് ഇടാറ്, അപ്പോൾ അത് നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് അവിടെ കിട്ടും. അതല്ലാണ്ട് അവിടെയും നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട്. എൻ്റെ ചാനൽ മെമ്പർഷിപ്പ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്, അവിടെയും നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ടോറസ്, നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, അതൊക്കെ നമ്മൾ ഈ റീഡിങ്ങിൽ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന്. അപ്പോൾ ടോറസ്, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി നിങ്ങളുടെ ഡെത്ത്, നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 5 ഓഫ് കപ്സ്, നിങ്ങളെ രണ്ടാളുടെയും ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ഡെവിൾ, നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 7 ഓഫ് സോഡ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പേജ് ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ 10 ഓഫ് സോഡ്സ്, നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ സ്റ്റാർ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ 6 ഓഫ് സോഡ്സ്, നിങ്ങളുടെ ഔട്ട്കം. അപ്പോൾ ടോറസ്, ഞാനിവിടെ കാണുന്നത് ഡെത്ത് എനർജി, ഇത് സ്കോർപ്പിയോ എനർജിയാണ്. അപ്പോൾ ഡെത്ത് എനർജി ഇവിടെ ഒരു എൻഡിങ്ങിൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു വലിയ മാറ്റം ഉണ്ടാവുന്നുണ്ട് ഈ സമയത്ത്. ഇത് ഓൾറെഡി ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ടാവും, നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവും. അതല്ല വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു കുറേ മാറ്റമുണ്ട്. പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് മുമ്പത്തെ മാതിരി അല്ല ഇപ്പോൾ റിലേഷൻഷിപ്പ്. കുറച്ച് സ്ട്രെയിൻ ഉണ്ട്, കുറച്ചൊരു ടെൻഷൻ ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. എന്തോ ചേഞ്ചസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നിങ്ങൾ ഈ പേഴ്സണെ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സൻ്റെ എനർജിയിൽ 5 ഓഫ് കപ്സ്, ഈ പേഴ്സൺ അവർക്ക് കുറേ റിഗ്രറ്റ് ഉണ്ട്. എന്തോ ഈ പേഴ്സൺ ചെയ്തുകൊണ്ടായിരിക്കാം, എന്തോ അവർ പറഞ്ഞു, അതല്ല വെച്ചാൽ അവരുടെ ആക്ഷൻസിൻ്റെ കാരണം അവർക്ക് കുറച്ചൊരു റിഗ്രറ്റ് ഉണ്ട്, അത് ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ട് ഈ പേഴ്സൻ്റെ മനസ്സിൽ. അതുമാത്രമല്ല, ഈ റിലേഷൻഷിപ്പിലൊരു എൻഡിങ് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് വെച്ചാൽ അതും ഒരു റിഗ്രറ്റാണ് അവർക്ക്. ഇത് നടന്നില്ല, അത് വർക്കൗട്ട് ചെയ്തില്ല, നമ്മളുടെ ഇടയ്ക്ക് എല്ലാം ശരിയായി പോവായിരുന്നു, ഇത് ചെയ്യായിരുന്നില്ല, അങ്ങനത്തെ കുറേ ഒരു പാസ്റ്റിനെ പിടിച്ചിരിക്കുകയാണ് ഈ പേഴ്സൺ. അപ്പോൾ ഈ ഡെത്ത് എനർജി നിങ്ങളുടെ എന്താണ് 4 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് റിലേഷൻഷിപ്പിൽ കുറച്ചൊരു സ്ട്രെയിൻ ഉണ്ട്. അതല്ല വെച്ചാൽ ഇവിടെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ പേഴ്സൺ മൂവ് ഓൺ ചെയ്യാൻ നോക്കണു. വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് ഇവിടെ. ഇവർക്ക് ഒരു ഹോപ്പ് ഉണ്ട്, അത് ഈ റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ശരിയാവും, മേ ബി ഇതൊരു ടെമ്പററി ബ്രേക്കപ്പാണ്, അങ്ങനത്തെ അവരുടെ ഒരു ഫീലിംഗ് ഉണ്ട്. നിങ്ങൾ ഓൾറെഡി വിഡ്രോ ചെയ്തിരിക്കുന്നു, നിങ്ങളിപ്പോൾ ഈ പേഴ്സൻ്റെ കൂടെ അത്ര കോൺടാക്റ്റിലല്ല. കോൺടാക്റ്റ് ഉണ്ട് വെച്ചാലും കുറേ മിനിമം കോൺടാക്റ്റാണ് ഇവിടെ. നിങ്ങൾ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷൻ തന്നെ ഡെവിലാണ്. അപ്പോൾ ഡെവിൽ ഒരു ടോക്സിക് എനർജിയാണ്. അപ്പോൾ എന്തോ ഡെഫിനറ്റ്ലി ഇവിടെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഈ സിറ്റുവേഷൻ, ഈ റിലേഷൻഷിപ്പ് കുറേ ടോക്സിക് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. മേ ബി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു തേർഡ് പാർട്ടി, അതല്ല വെച്ചാൽ ഒരു വഴക്ക്, ഇല്ല വെച്ചാൽ എഡിക്ഷൻസ്, ആൽക്കഹോൾ എഡിക്ഷൻ, കുറേ കുടി,
ഡ്രഗ്സ് അതും ആവാം. പക്ഷേ എന്തോ ഒരു വെരി ടോക്സിക് എനർജി ആണ് ഇത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടാളും ഒരു ബ്രേക്കാണ് എടുക്കണേ ഈ റിലേഷൻഷിപ്പിന്. ആൻഡ് ഹീൽ ചെയ്യാൻ നോക്കണു. എന്ന് വെച്ചാൽ ഇവിടെ ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട്, നിങ്ങളുടെ രണ്ടാൾക്കും അറിയാം അത്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ എഡിക്ഷൻസ് ആണ് വെച്ചാൽ ഒരു പേഴ്സൺ ഇവിടെ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ഹീലിംഗ് എന്തെങ്കിലും കാര്യത്തിൽ അവർ ഇൻവോൾവ് ആയിരിക്കാം. പേജ് ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആണ് വെച്ചാലും ഇവിടെ ഒരു സ്റ്റോക്കിംഗ് എനർജി ഉണ്ട്. നിങ്ങൾ ഈ പേഴ്സൻ്റെ സോഷ്യൽ മീഡിയനെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും, ഈ പേഴ്സൺ നിങ്ങളുടെ സോഷ്യൽ മീഡിയനെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് കോൺവെർസേഷൻസ് ഉണ്ടായാലും അത് കുറേ മിനിമം കോൺവെർസേഷൻസ് ആണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 7 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ്, ഈ സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്യാനാണ് നോക്കണം. നിങ്ങൾക്ക് ഈ പേഴ്സണിൻ്റെ മുകളിൽ ഇപ്പോൾ ട്രസ്റ്റ് ഇല്ല, എന്നുവെച്ചാൽ എന്തോ ഈ പേഴ്സൺ ചെയ്തു ആൻഡ് ആ കാര്യം പുറത്ത് വന്നപ്പോൾ നിങ്ങൾ കുറേ ഷോക്കായിപ്പോയി. 7 ഓഫ് പെൻറ്റിക്കിൾസ്. ഈ പേഴ്സണിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്ന് നിങ്ങൾ ഹോപ്പ് ചെയ്തു കുറേ സമയം വരെ, പക്ഷെ അത് ഉണ്ടായിട്ടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു എഡിക്ഷൻ, അതല്ല വെച്ചാൽ ഒരു തേർഡ് പാർട്ടി, അതാണ് ഞാനിവിടെ കാണുന്നത്. കുറേ ഒരു ഫ്ലേർട്ടിങ് എനർജി. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ, നിങ്ങളെ ഡീൽ ചെയ്യണ പേഴ്സണിൻ്റെ വേറെ അഫെയർസ് ഉണ്ടായോ, അതും നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട് ഇവിടെ. അതല്ല വെച്ചാൽ ഡൗട്ടല്ല വെച്ചാൽ അതൊരു കൺഫർമേഷൻ കിട്ടിയോണ്ടായിരിക്കും നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കണേ. ഈ പേഴ്സണ് മാപ്പ് ചോദിക്കണം എന്നുണ്ട്, ഒരു പുതിയ ബിഗിനിങ് വേണം എന്നുണ്ട്. പേജ് ഓഫ് പെൻറ്റക്കിൾസ്. അറ്റ്ലീസ്റ്റ് ഫ്രണ്ട്സ് ആവണം എന്നുണ്ട്. അപ്പോൾ പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്താണ് ഇവിടെ? അപ്പോൾ അവർക്ക് ഉള്ളിൽ പറഞ്ഞാൽ അവർക്ക് ഒരു ധൈര്യമല്ല നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ. എന്നുവെച്ചാൽ അവർക്ക് അറിയാം എവിടെയോ അവർ ഏതോ ഒരു കാര്യത്തിൽ അവർ നിങ്ങളുടെ ട്രസ്റ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെന്ന്. 7 ഓഫ് കപ്സ് ഇവിടെ ഒരു കൺഫ്യൂഷൻ്റെ എനർജിയാണ്, വേറെ ഓപ്ഷൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ അവർ വേറെ ആൾക്കാരുടെ കൂടെ ഫ്ലേർട്ടി ഉണ്ടായിരുന്നു, അതല്ല വെച്ചാൽ വേറെ അഫെയർസ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മൂവ് ഓൺ ചെയ്യാൻ നോക്കണു. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ ഒട്ടും ഇപ്പോൾ നിങ്ങൾ എഫേർട്ട് ഇടില്ല. പക്ഷെ നിങ്ങൾക്കൊരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് വേണം ഫ്യൂച്ചറിൽ. പക്ഷേ ഈ സമയത്ത് നിങ്ങൾ അതിലല്ല കൂടുതൽ ഫോക്കസ് ചെയ്യണത്. നിങ്ങളുടെ കരിയറും മറ്റേ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ നോക്കണു. ഈ പേഴ്സൻ്റെ എനർജിയിൽ എവറിത്തിങ് ഇസ് ഫൈൻ എന്ന് വെച്ചാൽ 10 ഓഫ് സോഡ്സ്. ഈ പേഴ്സൺ ആക്ച്വലി കുറേ ഡിസപ്പോയിൻറ്റഡ് ആണ്, കുറേ ഹാർട്ട് ബ്രോക്കൺ ആണ്. അവർക്കറിയാം അവർ നിങ്ങളുടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അവർ അതിന് പുറത്തു വരാൻ ശ്രമിക്കണു. അവരുടെ കോൺഫിഡൻസ് കുറേ ലോ ആണ്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ എന്താണ്? ഈ പേഴ്സൻ്റെ എനർജിയിൽ എവറിത്തിങ് ഇസ് ഫൈൻ എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി അവരുടെ വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ. അവർ എന്തോ ഒരു ഇവിടെ ചീറ്റിങ്ങിൻ്റെ എനർജി ഡെഫിനറ്റ്ലി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അവർക്കറിയാം. അത് അവരുടെ ഈ ബിഹേവിയറുടെ കാരണമാണ് ഈ റിലേഷൻഷിപ്പിൽ ഇത്രയും വലിയ ഒരു പ്രശ്നം വന്നിരിക്കണേ. 3 ഓഫ് പെൻറ്റിക്കിൾസ്. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. നിങ്ങൾ മുമ്പോട്ട് പോകാൻ നോക്കണു. എന്നുവെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എഫേർട്ട് ഇടണ്ട. നിങ്ങളിപ്പോൾ ഫ്യൂച്ചറിലേക്കാണ് നോക്കണത്. നിങ്ങൾ ഹീൽ ചെയ്യാൻ നോക്കണു. നിങ്ങളുടെ ആക്ഷൻ, ഫ്യൂച്ചർ ആക്ഷനും അത് തന്നെയാണ്. നിങ്ങൾ ഹീൽ ചെയ്യണു. ഈ സിറ്റുവേഷനെ വിട്ടിട്ട് ഇപ്പോൾ മൂവ് ഓൺ ചെയ്യാൻ നോക്കണു നിങ്ങൾ. അക്വേറിയസ് എനർജിയുടെ സ്റ്റാർ. ഈ പേഴ്സണും അത് തന്നെയാണ് ചെയ്യണത്. ഇവരുടെ ലൈഫിലും കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായി. ഇപ്പോൾ അവരും ഒരു സ്റ്റേബിൾ എനർജിയിലേക്ക് പോകാനാണ് ശ്രമിക്കുകയാണ് അവരുടെ സൈഡിൽ നിന്ന്. പക്ഷേ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കും. അക്വേറിയസ് ഇവിടെ സ്റ്റാർ എനർജി എന്താണ്? വേൾഡ്. അപ്പോൾ നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്തിരിക്കണോ? ഇത് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യില്ല, നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണം എന്ന്. നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് മൂവ് ഓൺ ചെയ്യണം. ഓക്കെ, ഇവിടെ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ഡൗട്ടൊന്നുമില്ല തിരിച്ചു പോകണം, റീകൺസൈൽ ചെയ്യണം, അങ്ങനത്തെ എനിക്ക് തോന്നുന്നില്ല ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ആ പ്ലാൻ ഉണ്ടെന്ന്. പക്ഷേ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഇവർ ഹാർട്ട് ബ്രോക്കൺ ആണ്. അവർക്ക് ഇവിടെ അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല, പറഞ്ഞാൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കുറേ ഡിഫിക്കൾട്ടാണ് അവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ. ഔട്ട്കം നിങ്ങളുടെ നൈറ്റ് ഓഫ് വോൺസ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു പേഴ്സൺ ഒരു പ്ലെയർ എനർജിയിലാണ്. കുറേ അഫെയർസ് ഉണ്ടായിരുന്നു, കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല.
വേറെ ആൾക്കാരുടെ കൂടെ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, നിങ്ങൾക്കിത് പറഞ്ഞാൽ നിങ്ങളിത് ഫൈൻഡ് ഔട്ട് ചെയ്തു, ഈ കാര്യം പുറത്ത് വന്നു, നിങ്ങൾ ഈ പേഴ്സണെ കട്ട് ഓഫ് ചെയ്തു. ഓക്കെ, ഇത് കുറേ ക്ലിയർ ആണ് സ്റ്റോറി, അതുകൊണ്ട് ഇവിടെ ഒരു എൻഡിങ് ഉണ്ടായി. അപ്പോൾ ഈ സ്റ്റോറി ഡെഫിനറ്റ്ലി കുറേ ഒരു കൃത്യമായി പറഞ്ഞാൽ ഇത്രയും ക്ലിയറായി മെസ്സേജസ് കാർഡിൽ വരുമ്പോൾ ഇത് ഡെഫിനറ്റ്ലി ആർക്കെങ്കിലും റെസൊനേറ്റ് ആവും, എനിക്കതറിയാം. എന്നുവെച്ചാൽ ഇത്രയും ക്ലാരിറ്റി ഉണ്ടാവുമ്പോൾ അത് ആരുടെയോ എനർജി ടാപ്പ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ക്ലിയറായി മെസ്സേജസ് പറയണത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ കമൻസിൽ പറയുക, അത് മെൻഷൻ ചെയ്യുക, എന്നുവെച്ചാൽ അതെനിക്ക് ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉള്ള മെസ്സേജസ്, തോട്ട്സ്, അവരുടെ മനസ്സിലുള്ള തോട്ട്സ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഇവിടെ ജസ്റ്റ് ബീങ് നിയർ യു ഈസ് ഇൻടോക്സിക്കേറ്റിംഗ്. I love you unconditionally. So many things remind me of you. I wish I could share my good news with you. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മെസ്സേജസ്. ഇത് ഞാൻ പറഞ്ഞ മാതിരി റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ മുകളിലുണ്ട്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.